എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ദിവസങ്ങളിൽ ബഡ്ജറ്റിന് ശേഷം ഏറ്റവും അധികം ചർച്ചയായ ഒരു വിഷയം തീരദേശ മേഖലയിലെ ഖനനത്തിലേക്കുള്ള സ്വകാര്യവൽക്കരണത്തിന് സംബന്ധിച്ചാണ്. ഭരിക്കുന്ന മുന്നണിയുടെ തന്നെ നേതാക്കൾ ഇന്നലെ ശ്രീ കെ സി വേണുഗോപാലും ശ്രീ ജി സുധാകരനും ഒക്കെ വളരെ കൃത്യമായി തന്നെ അതിനുള്ള എതിർപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടിക്കൂടെ പറയാനുള്ളത് കരിമണൽ കൊള്ളയുടെ പാർട്ട് 2 രണ്ടാം ഭാഗമാണ് ബഡ്ജറ്റിലൂടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ തീരദേശം നമ്മൾ എടുത്തു പറയേണ്ടത് കരിമണൽ കൊണ്ട് സമ്പന്നമാണ്. ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ ഉള്ള സ്വത്തിനേക്കാൾ, മിനറൽസ് സ്വത്തിനേക്കാൾ കൂടുതൽ കേരളത്തിന്റെ തീരദേശത്ത് ആ വലിയ സ്വത്ത് ഒളിഞ്ഞു കിടക്കുന്നു. കരിമണൽ കൊള്ളയുമായി ബന്ധപ്പെട്ട് CMRL എക്സാലോജിക് കേസ് ആരംഭിച്ചപ്പോൾ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിനും സംസ്ഥാന സർക്കാരിനും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും നിരവധി ഹർജികൾ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും മുഖ്യമായ എടുത്തു പറയേണ്ട ഒരു വിഷയം, കേരള ഹൈക്കോടതിയിൽ ഞാൻ സമർപ്പിച്ച ഹർജിയിൽ നവംബർ 19, 2024 കേരള ഹൈക്കോടതി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച്, പ്രത്യേകിച്ചും അറ്റോമിക് എനർജി മിനറൽസ് അവിടെ ഉണ്ടെങ്കിൽ ഗൗരവമുള്ള വിഷയമാണ്, അതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കേരള ഹൈക്കോടതി ഉത്തരവാണ്. നാളിതുവരെയായും ഇതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിൽ എടുത്തു പറയേണ്ട വിഷയം 2019 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ ഉത്തരവ് പ്രകാരം, മാർച്ച് 1, 2019 ഉണ്ടായ ഈ ഉത്തരവ് പ്രകാരം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കോ സർക്കാർ ഏജൻസികൾക്കോ അല്ലാതെ മറ്റാർക്കും ഖനന അനുമതി ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ സ്വകാര്യവൽക്കരിക്കുക എന്നുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം ഒന്ന് നിയമവിരുദ്ധമാണ്, മാത്രമല്ല മറ്റാരെയോ സഹായിക്കാൻ വേണ്ടിയുള്ള അടുത്ത CMRLനെ സൃഷ്ടിക്കുവാനുള്ള ഗൂഢലക്ഷ്യമാണ്. കേരള തീരത്തെ ഈ വലിയ സമ്പത്തിനെ കഴിഞ്ഞ 2 പതിറ്റാണ്ട് കാലമായി മാറി മാറി വന്നിട്ടുള്ള ഇടത് വലത് മുന്നണികൾ കൃത്യമായി കൊള്ളയടിക്കുന്നു. ആ കൊള്ളയടിച്ചതിന്റെ വീതം പറ്റിയതിന്റെ കേസാണ് ഇപ്പോ മാസപ്പടി ഇനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വീതം പറ്റിയ ആളുകളുടെ ലിസ്റ്റ് ഇനിയും പുറത്തു വരാനുണ്ട്. ആ ലിസ്റ്റ് പുറത്തു വരുമ്പോൾ സംസ്ഥാന മന്ത്രിസഭയിലെ ഉന്നത പദവി വഹിക്കുന്നവരുമുണ്ട്. അത് 1-2 ലക്ഷമൊന്നുമല്ല, കോടികളാണ്. ഇപ്പൊ വീണ്ടും അധികാരത്തിൽ വന്ന് നിസ്സാര ദിവസങ്ങൾ കൊണ്ട് തന്നെ അടുത്ത കൊള്ളയ്ക്കുള്ള കോപ്പ് കൂട്ടുകയാണ്. ഇതില് രാഷ്ട്രീയത്തിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കേണ്ട വളരെ ഗൗരവമുള്ളൊരു വിഷയം, നമ്മുടെ കുട്ടികളെ ജീവിക്കാൻ മാർഗമില്ലാതെ വിദേശത്ത് പലായനം ചെയ്യുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വത്തിനെ കൊള്ളയടിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം, ഇടത് വലത് നേതൃത്വങ്ങൾ നിന്നു കൊടുക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്, അല്ലേ? നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. അതിന്റെ ഏറ്റവും ആവശ്യമായ ഘടകം, അല്ലെ ലോകം ബാറ്ററി, ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ബാറ്ററിയിലേക്ക് മാറുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ അതിന് ആവശ്യമുള്ളത് പെർമനന്റ് മാഗ്നറ്റ് ആണ്. ആ പെർമനന്റ് മാഗ്നറ്റ് ഇന്ന് ഏറ്റവും അധികം നിർമ്മിക്കുന്നത് ചൈനയാണ്. എന്നാൽ അത് ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന വലിയ ധാതു സമ്പത്ത് നമ്മുടെ കേരള തീരത്ത് ഒളിഞ്ഞു കിടക്കുന്നു. അത് മനസ്സിലാക്കിയ വിദേശ കമ്പനികളും ഇന്ത്യയിൽ തന്നെയുള്ള ഭീമന്മാരും നമ്മുടെ സർക്കാരിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് സംശയിക്കപ്പെട്ടിരിക്കുന്നു.
ഇപ്പോ കഴിഞ്ഞ ബഹുമാനപ്പെട്ട നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും, ശ്രീ പി രാജീവ് അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, എനിക്ക് തോന്നുന്നത് ഫെബ്രുവരിയിലാണ്. Kerala's new budget marks a decisive steps towards positioning India as a strong player in global permanent market magnet value chain, a sector currently dominated by China. By announcing the establishment of rare earth corridor in association with industrial PSU KMML, we are creating a major opportunity for Kerala as a whole. This initiative targets 42,000 crores and 50,000 new jobs. ഇതിന്റെ സ്വകാര്യ പങ്കാളിത്തത്തിന്റെ ആവശ്യം എന്താണ്? ഇപ്പോ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ 7,500 കോടി രൂപ ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. 7,500 കോടി രൂപ, 400 കോടി രൂപ മുടക്കിയാൽ ഇപ്പോൾ കേരളത്തിന്റെ ബഡ്ജറ്റ് കഴിഞ്ഞൂടെ എത്രയോ പദ്ധതികൾക്ക് ആയിരക്കണക്കിന് കോടി രൂപ മാറ്റിവെച്ചു. ഒരു സ്വകാര്യ പങ്കാളിത്തവുമില്ലാതെ 400 കോടി രൂപയിലധികം മുടക്കിയാൽ കേരള സംസ്ഥാനത്ത് ഈ മുഴുവൻ മിനറൽസും എക്സ്ട്രാക്ട് ചെയ്ത് ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ഇത് ചെയ്യാൻ കഴിയും. 100 കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ കഴിയും. പക്ഷെ അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം ഇല്ല എങ്കിൽ അഴിമതി നടക്കില്ല. 2 പതിറ്റാണ്ട് കാലമായി, ഞാൻ ഉറപ്പിച്ചു പറയുന്നത് 2 പതിറ്റാണ്ട് കാലമായി കേരളത്തിലെ ഇടത് വലത് മുന്നണികളെ തീറ്റിപ്പോറ്റുന്നത് ഈ കരിമണൽ മാഫിയാണ്. ഇതിന് അറുതി വെച്ചേ മതിയാവും. ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരരംഗത്തുണ്ടാവും. കേരളത്തിന്റെ തീരത്തു നിന്നും ഇനി 1 കിലോ കരിമണൽ പോലും അനധികൃതമായി ഖനനം ചെയ്യാൻ ഭാരതീയ ജനതാ പാർട്ടി സമ്മതിക്കില്ല. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ പിണറായി വിജയൻ 10 വർഷം നടത്തിക്കൊണ്ടിരുന്ന അതേ കൊള്ള മറ്റൊരു രൂപത്തിൽ മറ്റൊരു പേരിൽ നടപ്പിലാക്കാൻ വി.ഡി. സതീശൻ കൊണ്ടുവന്നതാണ് ഈ തീരദേശ മേഖലയിലെ ഖനനത്തിലെ സ്വകാര്യവൽക്കരണം. ഈ കൊള്ള കേരള സംസ്ഥാനത്ത് അനുവദിക്കാൻ കഴിയില്ല. കാരണം ഇത് ഒരു വർഷം ഖനനം ചെയ്യാൻ കഴിയുന്ന കേരള ബഡ്ജറ്റിന്റെ മുകളിലുള്ള തുകയ്ക്കുള്ള സാധനമാണ്. പിന്നെ അതിന്റെ വില വേണമെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ നിന്ന് ഖനനം ചെയ്യാൻ കഴിയുന്ന മിനറൽസിന്റെ വില നിങ്ങൾ കേട്ടാൽ ഞെട്ടും. ഇവിടെ തോറിയം, നമ്മളെ ഈ ദിവസങ്ങളിൽ തോറിയം ഇവിടുന്ന് ഖനനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ വാർത്തകളിൽ കാണുന്ന മിസൈലുകളും ഈ ബോംബുകളുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ട് പോയ മിനറൽസിലല്ല ഉണ്ടാക്കിയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത് വിദേശത്തോട്ട് കടത്തപ്പെട്ടിട്ടുണ്ട്, സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കേരള ഹൈക്കോടതിയിൽ ഈ വിഷയം പരിഗണിക്കുന്നു. എല്ലാത്തിനും CBI അന്വേഷണം പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ എക്സാലോജി CMR കേസിൽ ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കാൻ തയ്യാറാണ്. കാരണം ഇനി അടുത്ത ഘട്ടത്തിൽ EDയുടെ എൻക്വയറി കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടത് അഴിമതി എന്തുകൊണ്ടുണ്ടായി. ഇതുവരെ നമുക്ക് പൈസ മേടിച്ചു, അല്ലെങ്കിൽ വീണാന കമ്പനി പണം കൈപ്പറ്റി, അല്ലെങ്കിൽ ഇന്ത്യയിലെ നേതാക്കൾ പണം കൈപ്പറ്റിയെന്നാണ്. ആ പണം കൈപ്പറ്റിയത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്ന് പറയുന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇത് തന്നെയാണ്. ഈ കരിമണൽ, അതും കോടാനുകോടികൾ വിലയുള്ള ഈ കരിമണൽ കേരളത്തിന്റെ തീരത്ത് നിന്നും കടത്തപ്പെട്ടിരിക്കുന്നു. ആ കടത്തപ്പെട്ടിട്ടുള്ള കരിമണൽ നിയോഡിയം 1 കിലോയ്ക്ക് $150 വിലയുണ്ട്. യൂറോപ്യം 1 കിലോയ്ക്ക് $160 വിലയുണ്ട്. സമരിയം 1 കിലോയ്ക്ക് $60 വിലയുണ്ട്. ഇതെല്ലാം ഇവിടെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. തോറിയം 4.5 കോടി രൂപ. ഇതെല്ലാം കേരള തീരത്തു നിന്നും കടത്തപ്പെട്ടിട്ടുണ്ട്. ഇനി ഇത് അനുവദിക്കാൻ കഴിയില്ല. ഇനി അനുവദിക്കാൻ കഴിയുന്നത് മാത്രമല്ല, ഇതിന് മുമ്പ് ഒത്താശ ചെയ്ത് കൊടുത്തവരെല്ലാം ഈ നാട്ടിൽ പുറത്തു വരണം. ഇത് കാട്ടുകൊള്ളയാണ്. ഇവിടെ ആ തോട്ടപ്പള്ളിയിൽ തന്നെ ഇതിലേറെ ശബ്ദമുയർത്തി പല ആളുകളെ കാണാത്തതുണ്ട്, കാണാതെ പോയിട്ടുണ്ട്. നിങ്ങൾ അവിടെ അന്വേഷിച്ചാൽ അറിയാം.
2019 പ്രളയത്തിന് ശേഷം തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മണൽ നീക്കം ചെയ്യണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മറവിൽ, ആ ഉത്തരവിന്റെ മറവിൽ കോടാനുകോടികളാണ് കടത്തിയത്. ഇറിഗേഷൻ വകുപ്പിന്റെ ഓർഡറാണ്, JCB വെച്ച് പൊളിച്ചു മാറ്റാൻ. ആ മണൽ അവിടെ പോയി. അതെന്താ ചെയ്തേ? ഉത്തരവില്ല. അപ്പൊ അതേ പരുവത്തിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ ഫെബ്രുവരി മാസം 2-ാം തീയതി ഇത് സംബന്ധിച്ച് സംബന്ധിച്ചൊരു ടെൻഡർ നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ബിഡിങ്ങിന്റെ പൂർണ്ണമായ ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. ഏതൊക്കെ കമ്പനികൾ ആ ബിഡിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്? അതേ കമ്പനി 2 ആഴ്ചയ്ക്ക് മുമ്പ് കരാർ ഒപ്പിട്ടു എന്നും അറിയാൻ കഴിയുന്നു. KMML കീഴിൽ ഈ സർക്കാർ വന്നതിന് ശേഷം ഒപ്പിട്ടിട്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ കമ്പനിയെ സംബന്ധിച്ചും, ഈ പറയുന്ന കമ്പനി പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു കാര്യം മാത്രം പറയാം. ഇത് തെലങ്കാന ബേസ്ഡ് ഒരു കമ്പനിയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരമുള്ള വിശദാംശങ്ങൾ കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് പറയാം. തെലങ്കാന കമ്പനി ഏതാണെന്ന് അന്വേഷിക്കുമ്പോൾ വളരെ ഉന്നതരായ നേതാക്കളുമായി ബന്ധമുള്ള കമ്പനിയാണ് എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല, അമേരിക്ക, ഓസ്ട്രേലിയ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ബാറ്ററിക്ക് വേണ്ടി ഈ മിനറൽസ് കളക്ട് ചെയ്യുമ്പോൾ OECD നിയമങ്ങൾ ബാധകമാണെന്നുണ്ട്. ഇന്ത്യയിൽ OECD നിയമങ്ങൾ അത്രയും കർശനമായി നടപ്പിലാക്കിയിട്ടില്ല. അത് നടപ്പിലാക്കി നമുക്കിതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ തന്നെ ഏറ്റവും വലിയ വരുമാനമായി നമുക്കിതിനെ മാറ്റാൻ കഴിയും. ഇതിലേക്ക് വലിയ രീതിയിൽ KMML ഉൾപ്പെടെ IRL ഉൾപ്പെടെയുള്ള കമ്പനികളെ ഉൾക്കൊള്ളിച്ച് സർക്കാർ മേഖലയിൽ തന്നെ ഈ ഖനനം നടത്തിയാൽ അത് രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടായി മാറുമെന്നുള്ള ഒരു കാര്യം സംശയമില്ല. ഇനി വേറെ കാര്യം, ഇവർ ഖനനം നടത്തുന്നതിനുള്ള പ്രശ്നമുണ്ട്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട് ഇതിനകത്ത്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉള്ള മിനറൽസ് ഖനനം ചെയ്യുമ്പോൾ അതിന്റെ അടുത്ത് പോലും ഒരാൾക്ക് നീക്കാൻ കഴിയില്ല. സിന്തറ്റിക് ന്യൂട്രൈൻ മാത്രമല്ല ഇതിനുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായി ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ആളുകളുടെ അസുഖങ്ങളെ പഠിച്ചാൽ ഹൈലി റേഡിയേഷൻ, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഈ മണലിന് വലിയ റേഡിയേഷനുള്ള മണലാണ്. ആ റേഡിയേഷനുള്ള മണലുകളെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളൊക്കെ, അതുകൊണ്ട് ഗൂഗിളിൽ നോക്കിയാൽ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ എക്സ്റേ റൂമിൽ കയറുമ്പോൾ ഇടുന്ന പ്രൊട്ടക്ഷൻ, ആ പ്രൊട്ടക്ഷനോട് കൂടിയാണ് നീക്കം ചെയ്യുന്നത്. കേരള തീരം ഇതുവരെ നീക്കം ചെയ്തിട്ടുള്ള നല്ലൊരു ശതമാനം മണൽ, പ്രത്യേകിച്ച് തോട്ടപ്പള്ളി മേഖലയിലെ മണൽ മുഴുവൻ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അതിനകത്തുണ്ട്. തോറിയത്തിന് അത്തരത്തിൽ എഫക്റ്റ് ഉണ്ട്. ഇത് പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആ മേഖലയിലെ ആളുകൾക്ക് വലിയ രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഒരു തരത്തിലും പഠിക്കാതെ 2ാം കരിമണൽ കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന നടപടിയാണ് സംസ്ഥാന ബഡ്ജറ്റിലൂടെ ശ്രീ VD സതീശൻ നടത്തിയിട്ടുള്ളത്. ഇതിന്റെ പുറകിൽ ചുമ്മാതെ വന്ന ഒരു ആസൂത്രണമൊന്നുമല്ല, വളരെ പ്ലാൻഡായി കേരള തീരത്തെ കൊള്ളയടിക്കാൻ അച്ചാരം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത്തരം കാര്യങ്ങൾ തുടർന്ന് കൂടുതൽ ഇതിന്റെ വിശദാംശങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അറിയിക്കാം. പക്ഷേ ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ ഇനി കേരള തീരത്തെ കൊള്ള ചെയ്യാനുള്ള നടപടിയുമായി UDF സർക്കാരും അവർക്ക് പിന്തുണയുമായ LDF-ഉം എത്ര മുമ്പോട്ട് പോയാലും കേരള തീരത്തുനിന്ന് മാനദണ്ഡങ്ങൾ പാലിച്ച് ഖനനം ചെയ്യണമെന്നല്ല, ഖനനം ചെയ്യണം, ഇത് നമ്മുടെ സ്വത്താണ്. അത് എല്ലാ കേന്ദ്ര മാനദണ്ഡങ്ങൾ പാലിച്ചു. 2006 MOR ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരമുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ഈ രാജ്യത്തിന് സ്വത്താകുന്ന രീതിയിൽ, അത് സ്വകാര്യ കമ്പനിക്ക് ഇവിടെ റോളില്ല. സ്വകാര്യ കമ്പനി എന്താ ചെയ്യുന്നത്? ആ സ്വകാര്യ കമ്പനി എന്ത് ചെയ്യുന്നു അത് ഇവിടെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയും. അതിന് കേന്ദ്രം സബ്സിഡി തരും, എത്ര വേണമെങ്കിൽ. അപ്പോ ഇത് ഞാൻ പറയില്ല, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലിട്ട് അവതരിപ്പിച്ചേക്കാണ്
ഇതിന്റെ പുറകിൽ വലിയ കൊള്ളയാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ കൊള്ളയ്ക്ക് വേണ്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഇവരോടൊക്കെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. കൂടുതൽ വിശദാംശങ്ങളും ആ ടെൻഡർ ചെയ്ത കമ്പനി ഏതാണെന്നും ഒക്കെ വിശദമായി നിങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ ആരാണ് ഇതിന്റെ പുറകിൽ നിന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ആ കമ്പനി ടെൻഡർ ഉറപ്പിച്ചിട്ടുള്ള കരാർ ഒപ്പിട്ടിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. വിശദാംശങ്ങൾ പറയാം. തെലങ്കാന ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയാണ് അതിന്റെ പുറകിലുള്ളത് എന്നുള്ളതാണ് എനിക്കറിയാൻ കഴിയുന്നത്. ബഡ്ജറ്റിന് മുമ്പ് തന്നെ അതിന്റെ സൈൻ ചെയ്ത ഡോക്യുമെന്റ്സ് ഞാൻ വികാസം ചോദിച്ചിട്ടുണ്ട്. അതിന് ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് രണ്ടും ഒന്നാണ്. ഫെബ്രുവരി മാസത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന ആ ടെൻഡർ തുടരുകയാണ്. ആ ടെൻഡർ ഉറപ്പിച്ചത് ഈ കാലത്താണെന്ന് എന്റെ വിശ്വാസം. അതിന്റെ എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ പേരെന്ത് എന്നാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇതൊരു തെലങ്കാന ബേസ്ഡ് കമ്പനിയാണ്. അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. അത് പുറകെ നിങ്ങൾ അറിയും. പേടിക്കട്ടെ, നിങ്ങൾ തന്നെ അത് ഇനി ബാക്കി നിങ്ങൾ അന്വേഷിച്ചു. CMR 2019 മുതൽ ആ ലൈസൻസ് തുടരുകയാണ്. 2019 മുതൽ ലൈസൻസ് തുടർന്ന് ഈ ഓർഡർ പ്രകാരമാണ് അത് ക്യാൻസൽ ചെയ്തത്. 18/12/2023 2023 ഡിസംബർ മാസം 13-ാം തീയതി എന്റെ റിട്ടിൽ ഈ പരാമർശം വന്നു. ഹൈക്കോടതി വിശദീകരണം ചോദിച്ചപ്പോൾ 5 ദിവസം കഴിഞ്ഞ് 18-ാം തീയതിയാണ് ഈ ഓർഡർ, സർക്കാർ ഓർഡർ ഇറങ്ങി CMRന്റെ ആ ലൈസൻസ് ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് അത് വീണ്ടും ഓർഡർ ചെയ്ത് 27-ാം തീയതി രണ്ടാമത് ഒരു GM ഇറക്കിയിട്ടുണ്ട്. അതിന് ആ ലൈസൻസ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഞാൻ റിട്ട് കൊടുത്തതിന് ശേഷം 5 ദിവസം കഴിഞ്ഞു. ഇപ്പൊ നിന്നിരിക്കില്ലേ ആ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിലെ മണം നീക്കം ചെയ്യണമെന്നുള്ളതാണല്ലോ. അത് അതിന്റെ പേരിലാണ് കാലാകാലങ്ങളായിട്ട് നടക്കുന്നത്. അത് KMML ആണ് ഇപ്പൊ ചെയ്യുന്നത്. KMML ചെയ്യാം, പക്ഷെ KMML പേരിൽ ഇത് അവിടുന്ന് ലൂട്ട് ചെയ്യപ്പെടുന്നുള്ളതാണോ നമ്മുടെ പ്രശ്നം. ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെന്റിന് ഇത് സംബന്ധിച്ച് വിശദമായ പരാതി നമ്മൾ അയച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ആറ്റമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് വിശദമായ പരാതി നൽകിയിട്ടുണ്ട്. ടെൻഡർ നിലനിൽക്കാൻ പാടില്ല. അത് ഇവർ സാധാരണ ചെയ്യുന്നത് ഇപ്പൊ നിൽക്കുന്ന കരാർ ആരുമായിട്ടാണ്? KMML-ആയിട്ടാണ്. രണ്ടാമത് IRE-യിലുമായിട്ടാണ്. അവിടുന്ന് സബ് കൊടുക്കും. ഖനനത്തിന് മാത്രമായി സബ് ഉണ്ട്. ഈ ഖനനം ചെയ്യുന്ന മണലിന് കണക്കില്ല. ഇപ്പൊ 23 ലക്ഷം m³ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്. എപ്പോ വിളിച്ച് ഇറിഗേഷൻ വകുപ്പിനോട് ചോദിച്ചാൽ 23 ലക്ഷം ആകില്ല. 23 ലക്ഷം 2,30,000 2,30,000 ക്യൂബിക് മീറ്റർ ആണ് ഈ ഇറിഗേഷൻ വകുപ്പ് ടെൻഡർ ചെയ്യുന്നത്. ഇന്നിപ്പോൾ വിളിച്ച് ചോദിച്ചു 1,80,000 ആയിരുന്നു. ഇനി ഒരു 3 മാസം കഴിഞ്ഞ് ചോദിച്ചാൽ 1,90,000 ആയിരുന്നു. ഒരിക്കലും ഈ ക്യൂബിക് തികയല്ല. ഇത് മുക്കോട്ടേ ഇരിക്കല്ലേ. അതെന്താണ് പ്രശ്നം? ഇവര് ഒരു ടെൻഡർ വിളിച്ചിട്ടുണ്ട്, ഒരു ആഗോള ടെൻഡറാണ് വിളിച്ചിട്ടുള്ളവരാണ്. പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ഫെബ്രുവരി 2-ന് നടത്തിയിട്ടുള്ള ആ ടെൻഡറിന്റെ ഒരു ഡീറ്റെയിൽസും എവിടെയും, അതായത് നാഷണൽ ലെവലിൽ തന്നെ ഇത് വെബ്സൈറ്റിൽ വരേണ്ട ടെൻഡറിന്റെ ഡീറ്റെയിൽസ് എവിടെ കാണാനില്ല. KMML-ആണ് ആ ടെൻഡർ വിളിച്ചത്. ഇതിന്റെ വേറൊരു കമ്പനിയുടെ ആവശ്യമില്ല. ഇവിടെ വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങും, വ്യവസായ ഇടനാഴി കൊണ്ടിരും എന്നൊക്കെ പറയുന്നവര് ഒരു 400 കോടി രൂപ മുടക്കിയാൽ 8 മിനറൽസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്ന കമ്പനി ഇവിടെ ഉണ്ടാക്കാം. ആ കമ്പനിയിൽ നമ്മുടെ 100 കണക്കിന് ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാം. എന്തിനാ സ്വകാര്യ കമ്പനി? ഇത് സർക്കാർ മേഖലയിൽ നടന്നാൽ അടിമ നടക്കില്ല. സ്വകാര്യ കമ്പനിയുടെ പ്രസക്തിയില്ല ഇവിടെ. സ്വകാര്യ കമ്പനിക്ക് അല്ല, തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള ഇത് ഇല്ല. നാഷണൽ ലെവലിൽ മിനിമൽ പോളിസിയും ഇതുമെല്ലാം ഫോം ചെയ്ത് വരുന്നുണ്ടെന്നാണ് എനിക്ക് പഠിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ദേശീയ തലത്തിൽ അത് ഉണ്ടാവും. പക്ഷേ ഇതിനെ ലൂട്ട് ചെയ്യാൻ ഇതിനുള്ള ചില ലൂപ്പ് ഹോൾസിനെ അവർ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ 2019 ശേഷം കേന്ദ്ര നിയമപ്രകാരം ഒരു കാരണവശാലും ഖനനം ഇവിടെ നടക്കാൻ പറയാൻ പറ്റില്ലേ. ഈ ഈ ഈ ഗവൺമെന്റ് ഈ കേരള ഉത്തരവാണ്. ചീഫ് സെക്രട്ടറിയോട് പഠിച്ച് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ നിമിഷം വരെയും ചീഫ് സെക്രട്ടറി പരാതിക്കാരനായി എന്നെ വിളിച്ച് അന്വേഷിച്ചിട്ട് പോലും. As part from the position, considering the nature of the issue that has been raised, the lack of expertise on the part of the petitioner. അതായത് ഞാനൊരു എക്സ്പെർട്ട് അല്ലല്ലോ. According to us, an appropriate course of action would to be forward this petition to Chief Secretary of the State, who upon examination forward the same to the concerned Secretary of the Department. The concerned Secretary, after examining the issue that is raised by the petitioner, would take necessary decision also after examining the decision of the division bench of this court. As to what action to be taken on the representation, we leave it to the respondents to take decision action on the same. ഇത് 2024 ഡിസംബർ നവംബർ 19 കേരളത്തിൽ ഓർഡർ 2 വർഷമാകും, 1.5 വർഷമാകും, തൊട്ടിട്ടില്ല. ഇന്ന് പെറ്റീഷൻ നിലയിൽ എന്നോട് ചോദിക്കും, ഇതുവരെ എന്നെ വിളിപ്പിച്ചിട്ടില്ല. രാജ്യത്തെ പല വിഭവങ്ങളും സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്ന ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായിട്ടൊരു കാര്യം നീക്കാനുള്ള അവകാശം ഇത് ദേശ സുരക്ഷയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ചില മേഖലയിൽ പ്രൈവറ്റൈസ് ചെയ്യുന്നത്, അപ്പോൾ പ്രൈവറ്റൈസേഷൻ മുഴുവൻ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തെ മുഴുവൻ മോശമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തത്തോട് നടപ്പിലാക്കേണ്ട നിരവധി വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാൾ സർക്കാർ നടത്താൻ വേണ്ടി ഉണ്ടായിരിക്കണമല്ലോ, അത് അതിന് വഴിക്ക് പോകും. ഞാൻ പറഞ്ഞത് പ്രൈവറ്റൈസേഷൻ നടത്തേണ്ട മേഖലയിൽ നടത്തണം. പക്ഷെ ഇത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദേശ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്. അറ്റമിക് എനർജി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റിൽ കേരളത്തിൽ നിന്ന് കടത്തപ്പെട്ടിട്ടുള്ള ഈ ഇലിമിനേറ്റിൽ തോറിയം കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വിദേശത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ സിഎംആറിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്നും പോയിട്ടുള്ള മിനറൽസ് ആണോ ഇപ്പോ ഈ ഇറാനിലും ഇസ്രായേലിലും ഒക്കെ ബോംബിട്ട് കളിക്കുന്നതെന്ന് എനിക്ക് സംശയം. സെക്ടറുകളല്ലേ, അതിർത്തി പോയി വെടിവെക്കാൻ സ്വകാര്യ മേഖല ഏൽപ്പിക്കാറില്ലല്ലോ അവിടെ. അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാൻ അതെവിടെയെങ്കിലും പ്രൈവറ്റൈസ് ചെയ്തിട്ടുണ്ടോ? ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അല്ല, തീർച്ചയായിട്ടും ആണവ ആയുധങ്ങൾ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? റോക്കറ്റിന്റെ സ്പോഞ്ച് നിർമ്മിക്കുക. ചെയ്യണം, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യണം. അല്ല, കേന്ദ്ര ഗവൺമെന്റ് ഈ ഖനനം ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഖനനം കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യുക തന്നെ ചെയ്യണം. സംസ്ഥാനത്തിന്റെ വരുമാനം ഉണ്ടാവും. പക്ഷെ ഈ സ്വകാര്യ പങ്കാളിത്തം എന്തിനാണ്? അല്ല, ഏത് മേഖലയാണ്? റെയർ എർത്ത് എലമെന്റ്സിന്റെ സാന്നിധ്യങ്ങളിൽ അല്ല, ഇതിന്റെ ഏത് ഘട്ടത്തിലാണ്? ഇപ്പൊ കേന്ദ്ര നയം മാറ്റി. ഇപ്പൊ 2019 പ്രകാരം നിയമം കുഴപ്പമില്ല. കേന്ദ്ര നയത്തിൽ ഇതിനകത്ത് ഇപ്പോ അന്താരാഷ്ട്ര തലത്തിൽ ഒരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ആവശ്യമുണ്ട്. ആ ടെക്നോളജി ഇപ്പൊ പിണറായി വിജയൻ നെതർലൻഡിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു വലിയ ഈ മിനറൽ ഭീമനുമായി ചർച്ച നടത്തി. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്, അവരാണ് ഓഫ് ഷോർ മൈനിങ്ങിലെ ലോകത്തെ ഏറ്റവും വലിയ ഭീമന്മാർ. നമുക്കില്ലാത്ത ടെക്നോളജികളെ ഓപ്റ്റ് ചെയ്യാൻ സ്വാഭാവികമായും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനൊന്നും ഓപ്റ്റ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. കേരള സർക്കാരും പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ നിന്ന് സഹായങ്ങൾ ഇപ്പോൾ നമ്മളൊരു പൊതുമേഖലാ സ്ഥാപനം ക്രിയേറ്റ് ചെയ്ത അവിടെ ഫാക്ടറി 100% പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും വിദേശ കമ്പനികളുടെ ഒക്കെ സഹായങ്ങൾ ആവശ്യമുണ്ട്. അതല്ല തെറ്റ്. ഇത് തീരെഴുതി കൊടുക്കുന്നതാണ് തെറ്റ്. അവിടെയാണ് പ്രശ്നം. ഇവിടെ എല്ലാ തരത്തിലും ആഗോള ഭീമന്മാരെല്ലാം ഇത്തരത്തിൽ പ്രൈവറ്റ് കമ്പനികളാണ്. അവരൊക്കെ കടന്നു വരും, സ്വാഭാവികമായിട്ടും വരും. അതല്ല തെറ്റ്. പക്ഷെ അതിന് ഈ 365 രൂപ ഇപ്പം ഇലിമിനേറ്റ് എടുത്തുകൊണ്ട് പോകുന്നതിന് സർക്കാരിന് കിട്ടിയത് 365 രൂപയാണ്. ഒരു കിലോയ്ക്ക് ഒരു M3 14,500 രൂപ വിലയുള്ള സാധനമാണ് 365 രൂപയ്ക്ക് 2019 മുതൽ എടുത്തുകൊണ്ട് പോകുന്നത്. ഇറിഗേഷൻ വകുപ്പിന്റെ ഒരു ചുമ്മാ ഒരു ഓർഡർ. ചോദിക്കാനും പറയാനും ആരുമില്ല. അങ്ങ് എതിർക്കുന്ന അതേ രീതിയിലല്ല കോൺഗ്രസിനെ എതിർക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ ഒരു വിഭാഗം കാശ് പിടിച്ചിട്ടില്ല. അല്ല, കോൺഗ്രസിന്റെ ഒരു വിഭാഗം അന്ന് പറഞ്ഞ എതിർപ്പുണ്ടല്ലോ, അവര് പറയുന്നത് പാരിസ്ഥിതിക പ്രശ്നമാണ്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ധാതു ഇടനാഴിയുടെ ചുവട് പിടിച്ചാണ് സംസ്ഥാന സർക്കാർ ഈ ബജറ്റിലേക്ക് പദ്ധതി കൊണ്ടുവന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അപ്പോ അങ്ങ് പറയുന്നത് സ്വകാര്യവൽക്കരിക്കുന്നതിന് ഒരു പ്രശ്നമാണ് പറയുന്നത് പ്രധാനമായും. മറുവശത്ത് മറ്റവർ പറയുന്നത് പാരിസ്ഥിതിക പ്രശ്നമാണ്. ഇപ്പോൾ VM സുധീരനാണെങ്കിലും
അപ്പൊ അതിനെ എങ്ങനെയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ? ഇപ്പോൾ ആറാട്ടുപുഴ പഞ്ചായത്ത് ഇല്ലാതായി. 19 വാർഡുണ്ടായിരുന്ന ആ പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു വാർഡ് നിലവിലുള്ളത്. അത്ര നല്ല സൈസ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ എല്ലാവരും പോയിട്ടുണ്ടാവും. ഈ ഖനനം നടക്കുമ്പോൾ ഒരു തൊട്ടി അവിടുന്ന് മാറിയാൽ ഒരു തൊട്ടി തിരിച്ചിടണമെന്നാണ്. അതവിടെ നടക്കുന്നില്ല. 100% ശ്രീ ജി സുധാകരൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ അങ്ങേറ്റം യോജിക്കുകയാണ്. കാരണം അല്ലെങ്കിൽ നമ്മുടെ തീരദേശമേ ഇല്ലാതാവും. ഇപ്പോൾ അവിടെ ഒരു 4-5 പഞ്ചായത്തുകൾ, ആറാട്ടുപുഴ, അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള തോട്ടപ്പള്ളി, ഈ പ്രദേശങ്ങളിലെ കടൽ 1-2 കിലോമീറ്റർ അകത്ത് കയറി അല്ലേ? അത് ഖനനം നടക്കുന്ന കേന്ദ്ര 2016 ആക്ട് ഒന്ന് വായിച്ചാൽ ആ ആക്ട് പ്രകാരം നടത്തിയാൽ ഒരു തീരദേശ ശോഷണം ഉണ്ടാവില്ല. കാരണം അവിടുന്ന് എന്തെടുത്തോ അതിനെ കൃത്യമായി തിരിച്ചവിടെ പ്ലേസ് ചെയ്യണം. അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഇപ്പം നടക്കുന്നേ. അതല്ല അവർ പറയുന്ന പ്രശ്നം. ഇത് ഈ പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ നടക്കുന്ന അവിടെയുള്ള ആളുകൾ ഇന്ന് വരെ സംസ്ഥാനത്ത് നിന്ന് ഈ ഖനനം നടക്കുന്നതല്ല ആ മേഖലയിൽ ആരെങ്കിലും പൊതുവെച്ചിട്ടുണ്ടോ? മാന്യമായി അവരെ റീലൊക്കേറ്റ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണം. അത് ചെയ്തിട്ടില്ല. ഈ തീരദേശത്തിന്റെ ശോഷണം നടക്കുന്നതിനെ കുറിച്ച് ഇത് വാരിക്കൊണ്ട് പോകുന്നല്ലാതെ തിരിച്ചൊരു വട്ടം മണൽ അവിടെ ഇട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു വശം പാരിസ്ഥിതിക പ്രശ്നം അവിടെ ഉണ്ട്. ആ പാരിസ്ഥിതിക പ്രശ്നത്തോടൊപ്പം തന്നെ രാജ്യസുരക്ഷാ പ്രശ്നം അവിടെ ഉണ്ട്. ഇത് ഖനനം ചെയ്യുക തന്നെ ചെയ്യണം. കാരണം ഇത് ഗൾഫിന് പെട്രോൾ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഗൾഫിന് പെട്രോൾ അങ്ങനെയാണ്, അതിനേക്കാൾ വലുതാണ്. കാരണം പെട്രോളിന്റെ കാലഘട്ടം കഴിയുകയാണ്. ഇനി മിനറൽസിന്റെ ലോകത്തേക്ക് പോകണം. ആ മിനറൽസ് ചൈനയെ കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കിവിടെ ഉണ്ട്. അത് വേണ്ടെന്ന് വെക്കണം. അത് വേണ്ടെന്ന് വെക്കണ്ട. അത് രാജ്യത്തിന്റെ സ്വത്താണ്. 5-6 ലക്ഷം കടത്ത് നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആനുവൽ ബഡ്ജറ്റിന്റെ മുകളിൽ ഒരു വർഷം ഇൻകം ഉണ്ടാകാൻ കഴിയും. ഇതിൽ നിന്ന് മാത്രം നമ്മുടെ ആനുവൽ ബഡ്ജറ്റിന്റെ മുകളിൽ ഒരു വർഷം ഇൻകം ഉണ്ടാക്കാൻ കഴിയും ഈ കരിമണൽ കൃത്യമായി പ്രോസസ് ചെയ്ത് വിറ്റാൽ. അപ്പൊ അതിന് ആ തീരദേശം സംരക്ഷിക്കുകയും അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും. ഈ സർക്കാർ വന്നിട്ട് 1 മാസമേ ആവുന്നുള്ളൂ. പക്ഷെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഴിമതി ആരോപണമാണ് സർക്കാരിനെതിരെ ഇപ്പോൾ ഉയരുന്നത്. ഒന്ന് മദ്യവുമായി ബന്ധപ്പെട്ട ഈ 2 കാര്യങ്ങൾ. അപ്പോ ഇതിന് മുൻപെടുത്ത നിലപാടിൽ നിന്ന് വിരുദ്ധമായി ബജറ്റിലൂടെയാണെങ്കിലും വ്യത്യസ്തമായ വിരുദ്ധമായ നിലപാട് കുത്തിക്കയറ്റിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് വിരുദ്ധമായ സമീപനം സ്വീകരിച്ചല്ലേ മുന്നോട്ട് പോകും. എന്തെങ്കിലും കഴിഞ്ഞ അത് പാർട്ടി ഇന്ന് നിയമസഭയിലും പറഞ്ഞ കാര്യമാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന പഴയ വീഞ്ഞ് വി ഡി സതീശൻ എന്ന് പറയുന്ന പുതിയ കുപ്പിയിൽ വിളമ്പി ഒഴിച്ചാൽ മദ്യനയത്തിൽ വി ഡി സതീശൻ പറഞ്ഞെന്താണ്? ഇതേ കരിമണൽ കൊള്ളയുടെ കാര്യത്തിൽ വി ഡി സതീശൻ പറഞ്ഞെന്താണ്? അപ്പോ അത് അതേപടി തുടരുന്നു. മാത്രമല്ല ഈ മദ്യനയത്തിന്റെ പുറകിൽ ആരാണ്? വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയും ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ സാന്നിധ്യം ഞാനത് ആരോടായിട്ട് നിങ്ങളൊന്ന് പഠിച്ചാൽ മതി, നിങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? അതിനകത്തൊക്കെ വളരെ ഇതൊക്കെ പുറത്തു വരും. പേടിക്കണ്ട, ഇതെല്ലാം പുറത്തു വരും. ഈ വില, ഞാനൊരു കാര്യം പറയാം, കേരളത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണോ പുതിയ ഈ വില കുറഞ്ഞ മദ്യം ഇതൊക്കെ? കാരണം തെരഞ്ഞെടുപ്പിന് അവരുടെയൊക്കെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരോടൊക്കെ ആത്മാർത്ഥം ഉടനെ തിരിച്ചു കാണിച്ചില്ല അവരൊക്കെ പ്രശ്നം ഉണ്ടാക്കും. 5-6 മാസം കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞാണ് ഈ മദ്യനയം കൊണ്ടുവരുന്നത്. നമുക്ക് അത്ര സംശയിക്കണ്ട. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുമായി നല്ല ബന്ധമുണ്ട്. ആ ബന്ധങ്ങൾ ഭാവിയിൽ BJP നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. എല്ലാവരും ജയിക്കുന്നുണ്ട്. എല്ലാവർക്കും കാര്യം മനസ്സിലായി ആരാണ് പ്രതിയെന്നും ആരാണ് ഈ വില കുറഞ്ഞ മദ്യത്തിന്റെ. നിങ്ങൾക്കറിയാം, അത് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും പ്രമുഖരായ ഒരു ഗ്രൂപ്പാണ് ആ വില കുറഞ്ഞ മദ്യത്തിന്റെ പുറകിൽ. അതും കോൺഗ്രസുമായിട്ട് നല്ല ബന്ധമുണ്ട്.